ഒരു ഒരു പൊടുപ്പും തൊങ്ങലും വെക്കുന്നത് അല്ലേ? ഇത്ര മനോഹരമായിട്ടാണ്. ഭയങ്കര 4 ഓക്കെ 4 വേദങ്ങളിൽ 64 കലകൾ. ഓ സൂപ്പർ. പൂർണ്ണമായി. ഇനിയുള്ളത് അതിന് വേറൊന്നുമില്ല, എനിക്ക് കേൾക്കാൻ ധൃതിയായി, ശരിക്കും പറഞ്ഞാൽ കേൾക്കാൻ ധൃതിയായി. ഇനിയിപ്പം അത് നിർവഹിച്ചേ പറ്റുള്ളൂ. കോല് കൊണ്ട് കൊട്ടുക. ഈ കോലിന്റെ പ്രത്യേകത അതുകൂടി പറയാം. ശരിക്കും വളവ് പതിമുഖത്തിന്റെ കോലാണ്. ഓക്കെ ഓക്കെ. പതിമുഖത്തിന്റെ കോല് കൊട്ടി, അത് കൊട്ടുമ്പോൾ ഈ വളവുള്ള ഭാഗമാണ് കൊട്ടേണ്ടത്. ഓക്കെ. എനിക്ക് ധൃതിയായി, ശരിക്കും പറയാൻ ധൃതിയായി. ഇതെന്തായാലും ഇടയ്ക്ക ഉള്ളത് സപ്തസ്വരമുള്ള വാദ്യമാണ് ഇടയ്ക്ക. ഓക്കെ. ഒരേ സമയം കൊട്ടാനും ഒരേ സമയം വായിക്കാൻ കഴിയുന്ന ഒരു വാദ്യമാണ് ഇടയ്ക്ക. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കൊട്ടാം. ഓക്കെ. പഞ്ചമം എന്ന് പറയുന്ന ശ്രുതിയിലാണ് ഇടയ്ക്ക എപ്പോഴും ഉള്ളത്. പഞ്ചമം സ രീ സപ്തസ്വരം അറിയാലോ, അതിൽ പഞ്ചമം വായിക്കാം. നിഷാദത്തില്. ഓക്കെ. പഞ്ചമത്തില്. ഷഡ്ജത്തില്. ഈ 3 സ്ഥാനം കൊട്ടി കൈ കൊട്ടി. ഭയങ്കര രസമായിട്ട്. കാരണം വെച്ചാൽ ഈ ഇടയ്ക്ക വാദ്യം ഉണ്ടല്ലോ, നമ്മൾ ഇപ്പം ആരാധനാ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉള്ളിലാണ്, ദേവൻ്റെ ഉള്ളിലാണ് കൊട്ടിപ്പാടുന്നത്. ഇങ്ങനെ അടുത്തെത്തി തൊടാനും പിടിക്കാനും സത്യം പറയുക ഇതാദ്യമായിട്ടാണ് പറ്റിയത്. അത് നടക്കാൻ വലിയ സന്തോഷമുണ്ട്. അതുപോലെ ഒരു അനുഗ്രഹമുള്ള കലാകാരൻ്റെ അടുത്തെത്തി ഇത് കേൾക്കാനും ഇതിനെപ്പറ്റി മനസ്സിലാക്കാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് കേട്ടോ. കലക്കി എന്തായാലും തുറവൂർ രാകേഷ് എന്തായാലും വളരെ ഗംഭീരമായിട്ട് ഈ മേഖലയിലേക്ക് വളരട്ടെ എന്നുള്ളൊരു മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട്. ഈ എന്താ പറയുക, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഈ വാദ്യ ഉപകരണത്തെ ഇടയ്ക്ക് ഇത്ര വിപുലമായ രീതിയിൽ വളരെ ചെറിയ സമയം കൊണ്ടാണ് നമുക്ക് പരിചയപ്പെടുത്തിയത്. താങ്ക്സ് എ ലോട്ട്. അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് കാത്തിരിക്കാം. വളരെ വളരെ വ്യത്യസ്തമായുള്ള വീഡിയോ ആയിട്ട് കൂടാതെ നമ്മളെ ഈ ചാനൽ നിങ്ങൾക്ക് ഇതുവരെ പരിചയപ്പെട്ടിട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യണം. ദയവായി സപ്പോർട്ട് ചെയ്യുക.